നമസ്കാരം. മല്ലപ്പള്ളിയിൽ ഇന്ന് മീഡിയ സെന്റർ മല്ലപ്പള്ളി എന്ന മാധ്യമ പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനം നടന്നിരിക്കുകയാണ്. മാധ്യമരംഗത്തെ കുലപതികളായ ബുക്ക്മാർക്ക് സെക്രട്ടറി എബ്രഹാം മാത്യു സാർ, 24 ചാനലിന്റെ അവതാരകനായ എസ് വിജയകുമാർ തുടങ്ങിയവർ ചേർന്നാണ് ഇന്ന് ഉദ്ഘാടനം നിർവഹിച്ചത്. ബഹുമാനപ്പെട്ട നമ്മുടെ മീഡിയ സെന്ററിന്റെ പ്രസിഡന്റ് ശ്രീ റജി സാമുവൽ, സെക്രട്ടറി ശ്രീ എം റജി, ട്രഷറർ ശ്രീ ജിജു വൈക്കത്തിശ്ശേരി ഇവരുടെ സാന്നിധ്യത്തിൽ നമ്മുടെ മല്ലപ്പള്ളിയിലെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ബാബു കൂടത്തിൽ അവர்களுം വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരും അംഗങ്ങളും ഒക്കെ ഉൾപ്പെടെയുള്ള വിപുലമായൊരു സാന്നിധ്യത്തിലാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. മല്ലപ്പള്ളി മീഡിയ സെന്ററിന്റെ ഉദ്ഘാടന വേളയിൽ ധാരാളം മാധ്യമപ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കന്മാരും സാമുദായിക നേതാക്കന്മാരും ഈ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തു. KJUവിന്റെ സംസ്ഥാന സമിതി അംഗമായ ജിജു വൈക്കത്തിശ്ശേരി ഈ സ്റ്റേജിലേക്ക് വരണമെന്ന്. മല്ലപ്പള്ളി മീഡിയ സെന്ററിന്റെ ഉദ്ഘാടനം മാധ്യമരംഗത്തെ പ്രഗത്ഭനായ ശ്രീ എബ്രഹാം മാത്യു ഭദ്രദീപം തെളിച്ച് നിർവഹിച്ചു. അതിനുശേഷം മാധ്യമ പ്രവർത്തകനായ ശ്രീ എസ് വിജയകുമാർ, രാഷ്ട്രീയ പ്രവർത്തകനായ ശ്രീ കുഞ്ഞുകൊച്ചി പോൾ, മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായ ശ്രീ ബാബു കൂടത്തിങ്കൽ, മുൻ മല്ലപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് റജി സാമുവൽ, മാധ്യമ പ്രവർത്തകരായ ബൈജു വൈക്കത്തിശ്ശേരി, എം റജി എന്നിവർ ദീപം തെളിച്ചു. പ്രസ് ക്ലബ്ബ് വരുന്നു, അതിന് തുടക്കം കുറിക്കാൻ എന്നെയും ക്ഷണിച്ചു എന്നുള്ളതിന് ഞാൻ സംഘാടകരോട് നന്ദി പറയുന്നു. പ്രാദേശിക പത്രപ്രവർത്തകരുടെ ജീവിതത്തെ അടുത്തുനിന്ന് കാണാനും ഇടപെടാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. മാധ്യമപ്രവർത്തനം ഞാൻ തുടങ്ങിയത് മാതൃഭൂമി ദിനപത്രത്തിലാണ്, കോഴിക്കോട് 1986 ഒടുവിൽ, 87 എന്ന് വേണമെങ്കിൽ പറയാം. പത്രങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ടായിരുന്ന കാലമാണ്. ഇപ്പോഴും അത്രത്തോളം അത് കുറഞ്ഞു എന്ന് എനിക്ക് വിശ്വാസമില്ല. സോഷ്യൽ മീഡിയ ആളുകളെ കൂടുതൽ ആകർഷിക്കുന്നു എന്നേ ഉള്ളൂ. ഇവിടെ ഇങ്ങനൊരു സംരംഭത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു, അതിന്റെ തുടക്കം കുറിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെ എനിക്ക് വലിയ അഭിമാനമാണ്. ഇത് ഞാനത് ഇബ്രാഹിം മാത്യു സാർ പറഞ്ഞ പോലെ ഞങ്ങൾ രണ്ടുപേരും കൂടി തുടങ്ങിയതാണ്. അപ്പൊ ഇത് നന്നായിട്ട് നടക്കുക എന്നുള്ളത് ഇപ്പൊ ഞങ്ങളുടെ ഒരു ഞങ്ങളുടെ നന്നായി നടന്നേ പറ്റുള്ളൂ. കാരണം തുടങ്ങി വെച്ച് ഇനിയിപ്പോ മോശമാകാൻ പാടില്ല. അപ്പൊ അത് മോശമല്ല, എനിക്കറിയാം. മല്ലപ്പള്ളിയിലെ മാധ്യമ പ്രവർത്തകർ അത് അതിഗംഭീരമായി കൊണ്ടുപോകും എന്ന് എനിക്കറിയാം. ഞങ്ങൾ ശ്രീ ജിജു തന്നെ സന്തോഷം നടന്നതായ ഒരു ധന്യ നിമിഷത്തിൽ ഞാൻ നിങ്ങളോടൊപ്പം തന്നെ പങ്കുചേരുന്നു. നമുക്ക് കേൾക്കേണ്ടതായ വാക്കുകൾ നമ്മുടെ വിശിഷ്ടാദികളായി എത്തിച്ചേർന്ന ഈ രണ്ടുപേരുടെയും വാക്ക് ശ്രദ്ധയോടെ കേൾക്കുകയാണ്. 95 ഒരു പ്രാദേശിക വാർത്ത ഇവിടെ വന്നു. ആ വാർത്ത കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി, കല്ലൂപ്പാറ MLA, മല്ലപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു പാർട്ടിക്കാരായിരിക്കെ മല്ലപ്പള്ളിക്ക് അനുവദിച്ച എഞ്ചിനീയറിംഗ് കോളേജ് നഷ്ടപ്പെടും എന്നാണ് വാർത്ത. IHRD ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ചുള്ള വാർത്തയാണ്. തൊട്ടടുത്തുള്ള കമ്മീഷൻ പഞ്ചായത്തിനെ ചേർത്ത് പിടിച്ചതിലുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്.
പ്രിയപ്പെട്ട എബ്രഹാം മാത്യു സാർ, രണ്ടുപേരും നമുക്കിവിടെ പറഞ്ഞു തന്ന മുന്നോട്ട് പ്രവർത്തിക്കാൻ ആവശ്യമായ സാധ്യതകളെ വളരെ ഘനഗംഭീരമായി എന്നാല് വളരെ സുതാര്യമായി സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു തന്ന പ്രിയപ്പെട്ടവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. മാധ്യമ പ്രവർത്തന രംഗത്ത് ശോഭിക്കാൻ ജഗദീശ്വരൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ ഭംഗിയായി നടത്തി. ഞങ്ങളുടെയൊക്കെ സഹകരണം തീർച്ചയായും ഉണ്ടാവും. മാധ്യമരംഗത്തെ കുലപതിയായ എബ്രഹാം മാത്യു സാർ, 24 ചാനൽ വാർത്താ അവതാരകൻ ബഹുമാന്യനായ വിജയകുമാർ സാർ, അധ്യക്ഷ പ്രസംഗം അലങ്കരിച്ച മീഡിയ സെന്റർ പ്രസിഡന്റ് രജി സാമുവൽ സാർ, സ്വാഗത സംഘത്തിനായി സ്വാഗത പ്രസംഗം നടത്തിയ മീഡിയ സെന്റർ സെക്രട്ടറി MM റേച്ചൻ, അതിലുപരി നമ്മുടെ ഈ ഒരു പ്രസ്ഥാനത്തെ ഇവിടം വരെ എത്തിക്കാൻ ഏറെ കഷ്ടപ്പാടുകൾ അനുഭവിച്ച ഒരു വ്യക്തിത്വമാണ് നമ്മുടെ മീഡിയ സെന്റർ ട്രഷറർ ജിജു വൈക്കത്തിശ്ശേരി. അതുപോലെ തന്നെ ഞങ്ങളുടെ KJU മേഖലാ പ്രസിഡന്റ്, ഇന്നിവിടെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഇല്ലായെങ്കിൽ പോലും ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് പിന്തുണ നൽകിയ S മനോജ്, പിന്നീട് ഇവിടെ എത്തിച്ചേർന്ന ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ, രാഷ്ട്രീയ സാമുദായിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രതിനിധികൾ, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിച്ചേർന്നിട്ടുള്ള മറ്റെല്ലാ വ്യക്തിത്വങ്ങൾക്കും ഒരു വാക്കിൽ എന്റെ പേരിലും മീഡിയ സെന്ററിന്റെ പേരിലും നന്ദി അറിയിക്കുന്നു. ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ മീഡിയ സെന്റർ മല്ലപ്പള്ളിയുടെ വിവിധ വികസന പ്രവർത്തനങ്ങൾക്കും സമീപ പ്രദേശത്തും ഒക്കെ വികസനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പ്രചോദനമായി വളരുവാനായി ഫോർഡോ ഡിവിഷൻ വളരെ സ്നേഹത്തോടെ ആശംസിക്കുന്നു. ഇന്ന് പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഞങ്ങളുടെയൊക്കെ ഹൃദയം നിറഞ്ഞ നന്ദിയോടെ രേഖപ്പെടുത്തുന്നു.